ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ആസ് വെൽ ആസ് എവറിഡേ കോൺവെർസേഷനിൽ എങ്ങനെ ആസ് വെൽ ആസ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. മലയാളത്തിൽ നമ്മൾ അതുപോലെ തന്നെ, കൂടാതെ, ഒപ്പം എന്നിങ്ങനെയൊക്കെ പറയാറില്ലേ? ഈ ഒരു അർത്ഥം കിട്ടാനാണ് ഇംഗ്ലീഷിൽ നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ അതുപോലെ തന്നെ, കൂടാതെ, ഒപ്പം എന്നിങ്ങനെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരർത്ഥം കിട്ടാനാണ് ഇംഗ്ലീഷിൽ നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്നത്. ആസ് വെൽ ആസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇക്വേഷൻ പോലെ പറയാം. എ പ്ലസ് ആസ് വെൽ ആസ് പ്ലസ് ബി. ഇക്വേഷൻ കാണുമ്പോൾ പേടിക്കണ്ട, മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്ത് പറയാനാണ് ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്നത്. രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് പറയാനാണ് ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്നത്. ഇതില് ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും. അത്തരത്തില് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം എയുടെ പ്ലേസിൽ എഴുതാം, അതിനുശേഷം ആസ് വെൽ ആസ്. ഇനി രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബിയുടെ സ്ഥലത്ത് എഴുതാം. ഞാൻ ഒന്നുകൂടി പറയാം. രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ, രണ്ട് വസ്തുക്കൾ, എന്തുമാകട്ടെ, ഇത്തരം കാര്യങ്ങളെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് കൂടുതൽ പ്രാധാന്യമുള്ളതായിരിക്കും. അത്തരത്തിൽ പ്രാധാന്യമുള്ള കാര്യമോ വസ്തുവോ വ്യക്തിയോ എയുടെ പ്ലേസിൽ എഴുതാം, അതിനുശേഷം ആസ് വെൽ ആസ്, പിന്നീട് രണ്ടാമത്തെ കാര്യം. സെന്റൻസ് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറയാം, ആർമിയിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെയും സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് പറയേണ്ട കാര്യം സ്ത്രീകളെയും പുരുഷന്മാരെയും ആർമിയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് സ്ത്രീകളെ സെലക്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? വിമൻ ആസ് വെൽ ആസ് മെൻ. കണ്ടോ? രണ്ടില് ഏതിനാണോ കൂടുതൽ പ്രാധാന്യം അത് ഞാൻ ആദ്യം എഴുതി എ എന്ന സ്ഥാനത്ത്, അതിനുശേഷം ആസ് വെൽ ആസ്, പിന്നീട് രണ്ടാമത്തെ കാര്യം. വിമൻ ആസ് വെൽ ആസ് മെൻ ആർ റിക്രൂട്ടഡ് ഇൻടു ദി ആർമി. വിമൻ ആസ് വെൽ ആസ് മെൻ ആർ റിക്രൂട്ടഡ് ഇൻടു ദി ആർമി. ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെയും ഇപ്പോ ആർമിയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യമാണ്. അപ്പൊ ഏതിനാണോ മുൻതൂക്കം കൂടുതൽ അത് നമ്മൾ ആദ്യം എഴുതി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഈ ആദ്യം എഴുതുന്ന സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വേർബ് സെറ്റ് ചെയ്യുന്നത്. ഇത് പ്ലൂറൽ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ആർ എന്ന് എഴുതി. ഇനി ഇവിടെ ഒരു സ്ത്രീ ഉള്ളൂ എന്ന് കരുതാം, അപ്പൊ ഞാൻ ആർ എന്നത് മാറ്റി ഈസ് എന്ന് എഴുതും. അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൾ നൃത്തം ചെയ്യുന്നത് പോലെ തന്നെ പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്ട്രെസ് ചെയ്യേണ്ട കാര്യം അവൾ ഡാൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാട്ട് പാടാനും കഴിവുള്ള കുട്ടിയാണെന്നാണ്. അപ്പൊ നമുക്ക് എഴുതാം ഷീ സിങ്സ് ആസ് വെൽ ആസ് ഡാൻസസ്. ഷീ സിങ്സ് ആസ് വെൽ ആസ് ഡാൻസസ്. അവൾക്ക് ഡാൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാട്ട് പാടാനും കഴിയും. ഷീ സിങ്സ് ആസ് വെൽ ആസ് ഡാൻസസ്. രാഹുലിന് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെ ജർമ്മൻ സംസാരിക്കാനും പറ്റും. രാഹുലിന് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെ ജർമ്മൻ സംസാരിക്കാനും സാധിക്കും. രാഹുൽ സ്പീക്സ് ജർമ്മൻ ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. അപ്പൊ കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം നമ്മൾ ആദ്യം എഴുതി. ഇവിടെ ജർമ്മൻ സംസാരിക്കുക എന്നതാണ് കൂടുതൽ പ്രാധാന്യമുള്ള കാര്യം. രാഹുൽ സ്പീക്സ് ജർമ്മൻ ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. രാഹുലും കൂടാതെ അവന്റെ ഫ്രണ്ട്സും വരുന്നുണ്ട്. രാഹുലും കൂടാതെ അവന്റെ ഫ്രണ്ട്സും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? രാഹുൽ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് is coming. Rahul as well as his friends is coming.
ഇവിടെ രാഹുല് ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈസ് യൂസ് ചെയ്തത്. ഇത് നേരെ തിരിച്ചും പറയാം, ഹിസ് ഫ്രണ്ട്സ് ആസ് വെൽ ആസ് രാഹുൽ എന്ന്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ആർ എഴുതണം. കാരണം ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അവന്റെ സുഹൃത്തുക്കൾ. രാജു ഉയരം കൂടിയ ആളാണ്, ഒപ്പം തന്നെ സ്ട്രോങ്ങുമാണ്. രാജു ഉയരം കൂടിയ ആളാണ്, ഒപ്പം സ്ട്രോങ്ങുമാണ്. ഇതും നമുക്ക് ആസ് വെൽ ആസ് കണക്ട് ചെയ്തുകൊണ്ട് എഴുതാം. ഇവിടെ നമുക്ക് ഏത് പോയിന്റ് ആണോ സ്ട്രെസ് ചെയ്യേണ്ടത്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അത് ആദ്യം എഴുതാം. രാഹുൽ ഈസ് സ്ട്രോങ് ആസ് വെൽ ആസ് ടോൾ. രാഹുൽ ഈസ് സ്ട്രോങ് ആസ് വെൽ ആസ് ടോൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു പോയിന്റിനെ കുറിച്ചാണ്, എന്നാൽ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. ആസ് വെൽ ആസ്, രണ്ട് കാര്യങ്ങളെ ജോയിൻ ചെയ്യാനാണ് നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം കൊടുക്കുന്ന സബ്ജക്റ്റിനനുസരിച്ച് വേർബ് എഴുതണമെന്ന് മാത്രം. വീഡിയോ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.